ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ നമ്മളിന്ന് അതിൻ്റെ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. പ്രത്യേകിച്ച് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പല അംശങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരികയാണ്. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുക അവളുടെ യൂക്കറിസ്റ്റിക് അഡോറേഷനാണ്. ദിവ്യകാരുണ്യ ആരാധനയോടുള്ള അവളുടെ സ്നേഹം അല്ലെങ്കിൽ അവളുടെ ചിന്താരീതികൾ. അവളുടെ ദിവ്യകാരുണ്യ ആരാധനയോടുള്ള അഗാധമായ ബന്ധം 2 വിശുദ്ധരിൽ നിന്നാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുക. ഒന്നാമതായിട്ട് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ യൂക്കറിസ്റ്റിക് ഡിവോഷനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന്. രണ്ടാമതായിട്ട് അവളേറെ സ്വാധീനിച്ചത് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പരിശുദ്ധ കുർബാനയുള്ള തീവ്രമായ സ്നേഹമാണ്. ഈ 2 വിശുദ്ധരും അവളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ യൂക്കറിസ്റ്റിക് അഡോറേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് 4 പ്രിൻസിപ്പിൾ, പല കാര്യങ്ങളുണ്ട്, എന്നാലും നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 4 കാര്യങ്ങൾ എടുക്കാം. ഒന്നാമതായിട്ട് യൂക്കറിസ്റ്റ് ആസ് എ സോഴ്സ് ഓഫ് ലൈഫ്. കൊച്ചുത്രേസ്യ അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് പരിശുദ്ധ കുർബാനയെ കണ്ടു. രണ്ടാമതായിട്ട് അഡോറേഷൻ ആസ് എ മീൻസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിനുള്ള ഒരു ഉപാധിയായിരുന്നു അവൾക്ക് ഈ ദിവ്യകാരുണ്യ ആരാധന. മൂന്നാമതായിട്ട് റെവറൻസ് ഫോർ ദ റിയൽ പ്രസൻസ്. ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തോടുള്ള അവളുടെ ബഹുമാനം. നാലാമതായിട്ട് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ത്രൂ കമ്മ്യൂണിയൻ. ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൾ നേടിയെടുത്തു. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് യൂക്കറിസ്റ്റ് ആസ് എ സോഴ്സ് ഓഫ് ലൈഫ്. അവളുടെ തന്നെ ജീവൻ്റെ ഉറവിടമായിട്ട് അവർ പരിശുദ്ധ കുർബാനയെ കണ്ടു. അവളുടെ ആത്മകഥയായ നവമാലികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദ യൂക്കറിസ്റ്റ് ഈസ് ദ ബ്രെഡ് ദാറ്റ് ഗീവ്സ് മീ ലൈഫ്. എനിക്ക് ജീവൻ നൽകുന്ന അപ്പമാണ് പരിശുദ്ധ കുർബാന. നോക്കി അവളുടെ ഉൾക്കാഴ്ച എത്രത്തോളം ആഴത്തിലാണെന്ന്. അവൾ എഴുതിയിട്ടുള്ള ഒരു എഴുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇൻ ദ യൂക്കറിസ്റ്റ് ഐ ഫൈൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് കറേജ് ടു ലീവ് ബൈ ഒക്കേഷൻ. എൻ്റെ ദൈവവിളി ജീവിക്കുവാനുള്ള ശക്തിയും ബലവും ധൈര്യവും ഒക്കെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് കണ്ടെത്തുക. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇത്തരത്തിലൊരു ശക്തി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് അവളുടെ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം. അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ കാണുക അഡോറേഷൻ ആസ് എ മീൻസ് ഓഫ് ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്. ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് കൊച്ചുത്രേസ്യയ്ക്ക് ക്രിസ്തുവുമായിട്ടുള്ള അടുപ്പത്തിനുള്ള ഒരു ഉപാധിയായിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അഡോറേഷൻ ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പ്രെയർ, ഫോർ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിറക്റ്റ് വേ ടു യുണൈറ്റ് അവർ സെൽസ് വിത്ത് ഗോഡ്. പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് ആരാധന. അവൾ പറയാണ്, കാരണം അത് ദൈവവുമായിട്ട് ഏകീകരിക്കാനുള്ള ഏറ്റവും ലളിതവും നേരിട്ടുള്ളതുമായ മാർഗമാണ്. എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം. അവളുടെ പ്രാർത്ഥനകൾ, ഒരു പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നുണ്ട്: ത്രൂ അഡോറേഷൻ ഐ ബിക്കം വൺ വിത്ത് ജീസസ് മൈ ബിലോഡ്. ആരാധനയിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യേശുവുമായിട്ട് ഒന്നായി തീരുന്നു. അവളുടെ ഒരു കവിത നമ്മൾ പലപ്പോഴും ധ്യാനത്തിന് എടുക്കാനുള്ള ഒരു കവിതയാണ് സ്നേഹത്താൽ ജീവിക്കുക എന്നുള്ള കവിത. അതിൽ പ്രകാരം പറയുന്നുണ്ട്: അഡോറേഷൻ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ സോൾ, സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ഗോഡ്സ് ഹാർട്ട്. ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ആത്മാവിൻ്റെ ഭാഷയാണ് ആരാധന. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? നമുക്ക് അവളുടെ ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ 3-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അത് റെവറൻസ് ഫോർ ദ റിയൽ പ്രസൻസ് ആണ്. യഥാർത്ഥ ആ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തോടുള്ള ബഹുമാനം.
അവൾ അവളുടെ ഒരു ലെറ്ററിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദ റിയൽ പ്രസൻസ് ഈസ് ഹിഡൻ ട്രഷർ, ദ പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്. യഥാർത്ഥ സാന്നിധ്യം മറിഞ്ഞിരിക്കുന്ന നിധിയാണ്, വലിയ വിലയുള്ള മുത്താണ് പരിശുദ്ധ കുർബാന എന്നാണ് അവൾ പറയുക. വീണ്ടും സ്നേഹത്താൽ ജീവിക്കുക എന്ന് പറയുന്ന അവളുടെ കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇൻ ദ യൂക്കറിസ്റ്റ് ജീസസ് ഈസ് ട്രൂലി പ്രസൻറ്റ്, ബോഡി, ബ്ലഡ്, സോൾ ആൻഡ് ഡിവിനിറ്റി. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ട് സന്നിഹിതനാണ്. യഥാർത്ഥമായ ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദിവ്യത്വത്തോടും കൂടി അവിടുന്ന് സന്നിഹിതനാണ്. അവളുടെ ഒരു വലിയ ഉൾക്കാഴ്ചയാണ് അവൾ പറഞ്ഞു വയ്ക്കുക. വീണ്ടും അവളുടെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഐ ട്രെമ്പിൾ വിത്ത് റെവറൻസ് ബിഫോർ ദ സേക്രഡ് ഹോസ്റ്റ്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ ഭയഭക്തിയോടെ വിറയ്ക്കുന്നു. നമുക്ക് ഈ വിറയലൊക്കെ അനുഭവപ്പെടാറുണ്ടോ? എത്രത്തോളം നമ്മൾ പരിശുദ്ധ കുർബാനയൊക്കെ ബഹുമാനത്തോടെയൊക്കെ കാണുക. നാലാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അത് അവളുടെ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ത്രൂ കമ്മ്യൂണിയൻ. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൾ ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേർന്നെന്നുള്ളതാണ്. അവളുടെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇൻ കമ്മ്യൂണിയൻ ഐ ആം യുണൈറ്റഡ് ടു ജീസസ് മൈ ബിലോഡ്. അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് പറയുക, അവൾ പറയുക ഫ്യൂഷൻ, ഉരുകിച്ചേരൽ എന്നാ പറയുക. വീണ്ടും അവളുടെ കവിത സ്നേഹത്താൽ ജീവിക്കുക എന്ന കവിതയിൽ അവൾ പറയുന്നുണ്ട്: ത്രൂ കമ്മ്യൂണിയൻ ഐ റിസീവ് ദ ലൈഫ് ഓഫ് ജീസസ്. പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഞാൻ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുകയാണ്. അത്രമാത്രം ആഴമേറിയ ഒരു ഉൾക്കാഴ്ചയാണ് അവൾക്കുണ്ടായിരുന്നത്. വീണ്ടും നവമാലികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കമ്മ്യൂണിയൻ ഈസ് ദ കിസ് ഓഫ് ലവ് ദാറ്റ് യുണൈറ്റ്സ് മീ ടു ജീസസ്. ഈശോയുമായി എന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ചുംബനമാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. അവളുടെ ആദ്യ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പറയുക, ഈശോ എനിക്ക് നൽകിയ പ്രഥമ ചുംബനമെന്നാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ ദിവ്യകാരുണ്യ ഭക്തി, ദിവ്യകാരുണ്യമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെ ഞാൻ എത്രത്തോളമൊക്കെയാണ് ബഹുമാനിക്കുക? രണ്ടാമതായി, ആരാധനയിലൂടെ ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തെ എങ്ങനെയൊക്കെയാണ് എനിക്ക് ആഴത്തിലാക്കുവാനായിട്ട് സാധിക്കുക? മൂന്നാമതായിട്ട്, കൂടെയുള്ള കുർബാന സ്വീകരണത്തിന്, കൂടെയുള്ള കുർബാന സ്വീകരണം എന്ന് പറയുമ്പോൾ ഒരുക്കത്തോടും സ്നേഹത്തോടും തീഷ്ണതയോടും കൂടിയുള്ള കൂടെയുള്ള കുർബാന സ്വീകരണത്തിന് ഞാൻ എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്? സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പത്തെ, സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അവളോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കും ഇത്തരത്തിൽ ഈശോയോടുള്ള വലിയൊരു അടുപ്പം നൽകണമേ എന്ന്. ഒരു നിമിഷം ഒന്ന് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർത്ത് കൊച്ചുത്രേസ്യയോടുള്ള പ്രാർത്ഥന നമുക്ക് ചെല്ലാം. ഇഹലോക ജീവിതത്തിൽ മാലാഖയ്ക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവതിരുമനസ്സിലുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങളെ നീ ദയയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയെ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് നിയോഗം വയ്ക്കാം, കൊച്ചുത്രേസ്യയ്ക്ക് പരിശുദ്ധ കുർബാനയുള്ള ഈ സ്നേഹം നമുക്കും പകർന്നു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആകുലതകളെയും ജീവിത പ്രതിസന്ധികളെയും ആത്മീയതയിൽ ആഴപ്പെടാനുള്ള ആഗ്രഹത്തെയൊക്കെ നമുക്കൊരു നിമിഷം മൗനമായിട്ട് വിട്ടുകൊടുക്കാം. ഞങ്ങൾ സമർപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണം സിദ്ധിക്കുന്നതിന്
നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈ നിമിഷം നമുക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുങ്ങാം. നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവെ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ വിശ്വസ്ത മണവാട്ടിയായ കൊച്ചുത്രേസ്യയുടെ നിന്നോടുള്ള കുർബാനയെക്കുറിച്ച്, നിന്നോടുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, പരിശുദ്ധ കുർബാനയെ മറിഞ്ഞിരിക്കുന്ന നിന്നെ കാണുവാനുള്ള ഒരു അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ വഴി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സർവ്വവിധ നന്മകൾ കൊണ്ടും ഇവരെ നിറയ്ക്കണമേ. ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.